ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 400 ഗ്രാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വിട്ട് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ നേരത്തെ പഞ്ചസാര ചേർത്തുള്ള ഒരു ക്യാരറ്റ് പായസം അപ്ലോഡ് ചെയ്തിരുന്നു. ആ സമയത്ത് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വെച്ചൊന്ന് ചെയ്യുമെന്ന്. നല്ലതുപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം ശർക്കരയാണ്. ഇത് അഴുക്കില്ലാത്ത ശർക്കരയാണ് നേരിട്ട് ചേർത്തത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് ചേർക്കേണ്ടതാണ്, അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നെയ്യും ക്യാരറ്റും ശർക്കരയും എല്ലാം കൂടെ നല്ലതായിട്ട് വരണ്ട വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായി വരണം. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റി കുറുകിയതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. വേണ്ട ഈ രീതിയിലായപ്പോൾ ഇതിനി മാറ്റി വെക്കാം. ഇനി നമ്മൾ പായസം വെക്കുന്ന ഏത് പാത്രമാണോ അതെടുക്കുക. അതിലേക്ക് ഞാൻ 2 കപ്പ് പാലാണ് 1/2 ലിറ്റർ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ ഞാൻ 1/2 കപ്പ് ചവ്വരി കഴുകി കുതിരാനിട്ടിരുന്നു. അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് ആ തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ചവ്വരി ഇട്ട് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള പായസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് പായസം എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടതെല്ലാം ട്രൈ ചെയ്യാം. അതുകൊണ്ട് അത് ആവശ്യത്തിനെല്ലാം വെന്ത് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ച ആ ക്യാരറ്റ് കൂട്ടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഞാനിവിടെ ആകെ 1 ലിറ്റർ പാലാണ് എടുത്തിരുന്നത്. ആദ്യം നമ്മൾ 1/2 ലിറ്റർ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കി 1/2 ലിറ്റർ ഉണ്ട്, അതും കൂടെ ചേർത്ത് വേണം ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ പാലും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആകെ മൊത്തം 400 ഗ്രാം ക്യാരറ്റിന് 300 ഗ്രാം ശർക്കരയും 1 ലിറ്റർ പശുവും പാലും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വറ്റിയൊക്കെ വരട്ടെ. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം റെഡിയായിട്ടുണ്ട്. അത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. എൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ ആ അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലായിടും ഒരുപോലെ നമുക്ക് കിട്ടും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈസി ആയിട്ടൊരു പായസം, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ആ വറുത്തെടുത്ത നട്ട്സ് നമുക്ക് ആ ഒരു പായസത്തിലോട്ട് ചേർത്ത് ഇളക്കി അതിന് ശേഷം സെർവ് ചെയ്യാം. അടിപൊളി പായസം, കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.